ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസം 27-ാം തീയതി വ്യാഴാഴ്ച തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ഈശോ ഊമനായ പിശാചിനെ ബഹിഷ്കരിക്കുന്ന സുവിശേഷ ഭാഗത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുന്നു. ഈശോയുടെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അവൻ്റെ ദൈവീകതയിൽ വിശ്വസിച്ച് അവൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ജനങ്ങളിൽ തന്നെ പലരും അവൻ്റെ ദൈവീകതയിൽ വിശ്വാസമില്ലാതെ അവനെക്കുറിച്ച് കുറ്റം പറയുകയും പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. ഈശോയെ ദൈവമായിട്ടും ദൈവപുത്രനായിട്ടും മിശിഹായായിട്ടും അംഗീകരിക്കുവാൻ പറ്റാത്ത ജനസമൂഹത്തിൻ്റെ മനോഭാവമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത്. നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോയെ ദൈവമായിട്ടും രക്ഷകനായിട്ടും മിശിഹായായിട്ടും ഹൃദയത്തിൽ സൂക്ഷിക്കാത്തവർ ദൈവരാജ്യത്തിൽ നിന്ന് ഒത്തിരി അകലെയാണെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുവൻ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുവാനും സ്വർഗരാജ്യം കരസ്ഥമാക്കുവാനും അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഭൗതികമായ പല വിജയങ്ങളും നേട്ടങ്ങളും കൈവരിച്ചതിന് ശേഷം നമ്മുടെ മാത്രം കഴിവ് കൊണ്ടാണ്, നമ്മുടെ പ്രയത്നം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ദൈവീകമായ ശക്തിയെ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ പലപ്പോഴും നമ്മൾ കുറച്ച് കാണാറുണ്ട്. ചില വേളകളിൽ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നാം നിരാശപ്പെടാറുണ്ട്. എന്നാൽ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ, മരിച്ചവനെ ഉയർപ്പിച്ച, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈശോയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുറവുകളെ അവിടുന്ന് നിറവുകളാക്കും, നമ്മുടെ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തും. നമ്മുടെ വിജയങ്ങളിൽ നമ്മളോടൊപ്പം ഈശോയും സന്തോഷിക്കും. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.